Dear students, ഇന്നലെ നമ്മൾ ഒരു theoremത്തിന്റെ രണ്ട് പാർട്ടും ബി പാർട്ടും നോക്കി അതിന്റെ സി പാർട്ട് ഇനി എന്താണെന്ന് നോക്കാം. Let norm G be a norm on a linear space Xj, J equal to 1, 2, 3 up to M. Fix P such that 1 less than or equal to P less than or equal to infinity for X equal to X of 1, X of 2, etc. X of 1 in the product space X equal to X1 cross X2 cross etc. Xm. Okay. നമുക്ക് തന്നിരിക്കുന്ന x എന്ന് പറയുന്നത് x1 cross x2 cross etc. xm എന്നുള്ളതാണ്. അതിൽ ഈ x എന്ന് പറയുന്നത് ഇവിടെ വരും. x of 1 ഇവിടുത്തെ എലിമെന്റ് ആയിരിക്കും etc. x of m ഈ xm ലെ എലിമെന്റ് ആയിരിക്കും. ഇവിടുത്തെ norm ഡിഫൈൻ ചെയ്യുന്നത് norm x of 1 norm 1 raised to p plus etc. plus norm x of m mth norm raised to p the whole raised to 1 by p if 1 less than or equal to p less than infinity. At p equal to infinity max norm x of 1 norm 1 ആണ് etc. norm x of m m ലായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ norm x ഇവിടുത്തെ ഈ norm p is a norm ആണ് നമുക്ക് ഡിഫൈൻ ചെയ്യണം. നമ്മൾ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ പറഞ്ഞിട്ടേ ഉള്ളൂ. then ഇത് norm ആണെന്ന് നമുക്ക് നേരത്തെ കണ്ടീഷൻസ് ഒക്കെ അറിയാം. അത് വെച്ചിട്ട് നമുക്കത് പ്രൂവ് ചെയ്യാം. The next is s equals x and converges to x in x if and only if x and j converges to xj. ഇത് ക്ലിയർ ആണ്. x and x ലേക്ക് പോകുന്നുണ്ടെങ്കിൽ x and j x j ലേക്ക് പോകണം. അപ്പം x എന്ന് പറയുന്നത് xn of 1 xn of 2 etc. xn of m ആയിരിക്കും. x എന്ന് പറയുന്നത് x of 1 x of 2 etc. x of m ആയിരിക്കും. അപ്പം x and j x ലേക്ക് കൺവേർട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ x and j യും x of j ലേക്ക് കൺവേർട്ട് ചെയ്യും. ഇനി എല്ലാ x and jസും x of j ലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ x എന്ന് പറയുന്നത് xn സീക്വൻസ് x എന്ന് പറയുന്നത് കൺവേർട്ട് ചെയ്യുന്നത് x of 1 x of 2 etc. x of m ലേക്കായിരിക്കും. അതുകൊണ്ട് ഈ പോർഷൻ വളരെ ക്ലിയർ ആണ്. നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഈ നോം p ഒരു നോം ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് നോമിന്റെ കണ്ടീഷൻസ് ഒക്കെ അറിയാം. നോം is greater than or equal to 0 and equal to 0 implies norm x equal to 0 implies x equal to 0. അപ്പോൾ ഇവിടെ എല്ലാം ആ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യും. കാരണം ഇവിടെ എല്ലാം നമുക്ക് അറിയാം. ഇതിപ്പം x plus y ആണ് എഴുതിയിരിക്കുന്നത്. x ആകുമ്പോൾ ഇവിടെ x of 1 raised to p etc. x of m raised to p ആണ്. ഈ അകത്ത് കിടക്കുന്ന നോം എല്ലാം ഡിഫൈൻഡ് നോംസ് ആണ്. ഇപ്പോൾ അതെല്ലാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവുകയും ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് നോമിനകത്തുള്ള എലിമെന്റ് 0 ആവുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഇനിയും നോം കെ എക്സ്, അപ്പം ഇവിടെ എല്ലായിടത്തും നോം കെ എക്സ് ആകുമ്പോൾ ഇവിടെ എല്ലാം കെ വരും. then അതിനെ നമ്മൾ പുറത്തെടുക്കുന്നു. then പുറത്തെടുക്കുമ്പോൾ മോഡ് കെ റൈസ് ടു പി വരും. ദ ഹോൾ റൈസ് ടു 1 by p ഉണ്ട്. അപ്പോൾ അത് ക്യാൻസൽ ആയിട്ട് പോയിട്ട് മോഡ് കെ ഇൻറ്റു നോം എക്സ് പി എന്ന് വന്നോളൂ. ഓക്കെ, ഇന്ന് നമുക്ക് വേണ്ടത് ഈ നോം എക്സ് പ്ലസ് വൈ പി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എക്സ് പി പ്ലസ് നോം വൈ പി എന്നുള്ളതാണ്. അപ്പം നമ്മൾ നോം എക്സ് പ്ലസ് വൈ നമ്മൾ എടുത്തു. എക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം എക്സ് ഓഫ് 1 എക്സ് ഓഫ് 2 എക്സെട്ര ആണ്. അപ്പം അതിന് എക്സ് പ്ലസ് വൈ എന്നായപ്പോൾ എക്സ് ഓഫ് 1 പ്ലസ് വൈ ഓഫ് 1 നോം 1 റേസ് ടു പി എക്സെട്ര പ്ലസ് നോം എക്സ് ഓഫ് എം പ്ലസ് വൈ ഓഫ് എം എം റേസ് ടു പി ദ ഹോൾ റേസ് ടു 1 by p. ഓക്കെ, നമ്മളതിനെ സ്പ്ലിറ്റ് ചെയ്തു. ദിസ് വൺ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇത് നമുക്ക് ഡിഫൈൻഡ് നോം ആണ്. അതുകൊണ്ട് നമുക്കതിനെ സ്പ്ലിറ്റ് ചെയ്യാം. നോം എക്സ് ഓഫ് 1 1 പ്ലസ് നോം എക്സ് ഓഫ് 1 1 റേസ് ടു പി പ്ലസ് എക്സെട്ര. ലാസ്റ്റ് ടേം അതുപോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്തു ഹോൾ റേസ് ടു 1 by p. then by Minkowski inequality this one is bin is less than or equal to summation j equal to 1 to m norm x of j
j raised to p the whole raised to 1 by p plus summation j equal to 1 to m norm y of j raised to p the whole raised to 1 by p. This is norm xp plus norm yp. Okay, അങ്ങനെ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് that one is a norm. അതേപോലെ തന്നെയാണ് ഇത് സൂപ്പർ നോം ആണ്. സൂപ്പർ നോം നമുക്ക് അതുപോലെ തന്നെ ചെയ്യാൻ പറ്റും. So this one is a norm. Okay, then ബാക്കി നമ്മൾ കൺവേർജൻസ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. This is convergent. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ലെമ്മയാണ്, റൈസ് ലെമ്മ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Let x be a normed space and y be a closed subspace of x and y not equal to x. Let r be a real number such that 0 less than r less than 1. Then there exists an xr in x such that norm xr equal to 1 and r less than or equal to dist xr y less than or equal to 1. അപ്പോൾ x ഒരു നോർമൽ സ്പേസ് ആണ്, y അതിൻ്റെ ക്ലോസ്ഡ് സബ്സ്പേസ് ആണ്, y ഒരിക്കലും x അല്ല, അതായത് y ഒരു പ്രോപ്പർ സബ്സ്പേസ് ആണ്. ഓക്കെ, ദെൻ നമ്മളൊരു r എന്ന് പറയുന്ന ഒരു വാല്യൂ എടുക്കുന്നു 0ക്കും 1നും ഇടയ്ക്കുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ നോം xr 1 ആകത്തക്ക രീതിയിൽ ഒരു xr എക്സിസ്റ്റ് ചെയ്യുകയും ഡിസ്റ്റ് ബിറ്റ്വീൻ xr ആൻഡ് y, ഈ xr നിൽക്കുന്നത് x-ലാണ്. അപ്പം xrഉം yയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് r-നും 1നും ഇടയ്ക്കായിരിക്കും. r-ന്റെ വാല്യൂ 0ക്കും 1നും ഇടയ്ക്കാണ്, 0 വരില്ല. സോ xr x-ലാണ്, അപ്പം y-ൽ ഇല്ല എന്നാണ് അതിനർത്ഥം. y-ൽ ഈ xr ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ഡിസ്റ്റ് എന്ന് പറയുന്നത് 0 ആയിരുന്നു. ഓക്കെ, ഡിസ്റ്റ് മീൻസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ xr ആൻഡ് y. അതുപോലെ ഡിസ്റ്റ് ഈസ് ദ മിനിമം, ഇൻഫിമം വാല്യൂ ആണ്, മിനിമം വാല്യൂ ആണ് xrഉം yയും തമ്മിലുള്ളത്. ഓക്കെ, പ്രൂഫ് നോക്കാം. Let x be a normed space, y be a closed subspace of x and y not equal to x. നമുക്ക് തീർത്തി തന്നിട്ടുണ്ട്. അപ്പോൾ y not equal to x ആയതുകൊണ്ട് y ഇല്ലാത്ത x-ലുള്ള ഒരു എലമെന്റ് നമുക്ക് എടുക്കും. That one is x. Okay. Consider x belongs to x such that x not belongs to y. നമുക്ക് സബ്സ്പേസ് ക്ലോസ്ഡ് ആണ് തന്നിട്ടുണ്ട്. As the subspace y is closed, the distance between x and y is greater than 0. x ക്യാപിറ്റൽ എക്സിലെ എലമെന്റ് ആണ്, x y-ൽ ഇല്ല, y ക്ലോസ്ഡ് ആണ്, അപ്പോൾ അതിൻ്റെ ലിമിറ്റ് പോയിന്റ് ആയിട്ടൊന്നും x വരത്തില്ല. സോ ഡിസ്റ്റ് എക്സ് വൈ ഈസ് ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, നമ്മൾ ഇനി ഒരു r ലെസ് ദാൻ 1 എടുക്കുകയാണ്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു y നോട്ടിനെ കണ്ടുപിടിക്കാൻ പറ്റും. Such that dist xy is less than or equal to dist xy naught is less than or equal to dist xy by r. അതായത് dist xy എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട്. Then dist xy by r, rന്റെ വാല്യൂ 1ൽ ചെറുതായതുകൊണ്ട് by r ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വലിയൊരു നമ്പർ ആയിരിക്കും. ഓക്കെ, 0.9 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഒറിജിനൽ സാധനത്തെക്കാട്ട് കുറച്ചുകൂടി വാല്യൂ ഇടുമല്ലോ. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഡിസ്റ്റൻസ് ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിലേക്ക് സാറ്റിസ്ഫൈ ചെയ്യത്തക്ക രീതിയിൽ നമുക്കൊരു y നോട്ടിനെ ചൂസ് ചെയ്യാം. ഡിസ്റ്റ് അല്ലെങ്കിൽ നോം എക്സ് വൈ നോട്ട് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡിസ്റ്റ് എക്സ് വൈ ബൈ ആർ. ഈ വാല്യൂ ഡിസ്റ്റ് എക്സ് വൈക്കും ഡിസ്റ്റ് എക്സ് വൈ ബൈ ആറിനും ഇടയ്ക്ക് കിടക്കും. ഓക്കെ, ഞാൻ വീണ്ടും എക്സ് ആർ എന്ന് പറയുന്ന ഒരാളെ ചൂസ് ചെയ്യാണ്. എക്സ് ആർ ഈക്വൽ ടു എക്സ് വൈ നോട്ട് ബൈ നോം എക്സ് മൈനസ് വൈ നോട്ട്. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും നോം എക്സ് ആർ ഈക്വൽ ടു 1 ആണ്. കാരണം ഇവിടെ നോം എക്സ് ആർ എടുത്ത് നോക്കുക, ദെൻ ഇവിടെ നോം എടുക്കുക, then norm x minus y naught by norm x minus y naught equal to 1 ആയിരിക്കും. ഓക്കെ, നമുക്ക് പിന്നെ അറിയാം y എന്ന് പറയുന്ന ആള് സബ്സ്പേസ് ആയതുകൊണ്ട് 0 എന്ന് പറയുന്ന എലമെന്റ് എപ്പോഴും y ക്കകത്ത് കാണും. ഓക്കെ,
അതുകൊണ്ട് തന്നെ dist xr y is less than or equal to 1. അതായത് y എന്ന് പറയുന്ന അവളുടെ ഇവിടെ 0 0 y-ലുണ്ട്, 0 is a subspace. xr എന്ന് പറയുന്ന ആളുടെ വാല്യൂ norm xr is 1. അതായത് 0-ൽ നിന്ന് xr-ലേക്കുള്ള ഡിസ്റ്റൻസ് is 1. സോ എപ്പോഴും ഡിസ്റ്റ് xr-ഉം y-യും തമ്മിൽ, y-ൽ 0 ഉള്ളതുകൊണ്ട് ഡിസ്റ്റ് xr-ഉം അല്ലെങ്കിൽ xr-ഉം 0-യും തമ്മിലുള്ള ഡിസ്റ്റൻസ് 1 ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഡിസ്റ്റ് ബിറ്റ്വീൻ xr ആൻഡ് y ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. 1 ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ കാരണം ഇപ്പോൾ ഇവിടെ ഒരു എലമെന്റ് y-ലുണ്ടെങ്കിൽ ദാറ്റ് വൺ ഈസ് അഗെയിൻ ഡിസ്റ്റ് കുറയും. എന്താണെങ്കിലും 1-ൽ കൂടത്തില്ല, കാരണം ഇവിടെ 1 ആണ്. അപ്പം ഡിസ്റ്റ് ബിറ്റ്വീൻ xr ആൻഡ് y ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഓക്കെ, കോൾ ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1. Okay, clearly norm xr equal to 1. Since 0 belongs to y, we see that dist xr y is less than or equal to 1. Also, y not belongs to y. Dist xr y equal to, നമുക്ക് ഇതിനെ dist x minus y naught by norm x minus y naught y എന്ന് എഴുതാം. ഇതിനെ നമുക്ക് ഈ ഈ സ്റ്റെപ്പ് വരും. ഇത് നമ്മൾ പുറത്തെടുത്തു കഴിഞ്ഞാൽ ഡിസ്റ്റ് x minus y naught y by norm x minus y naught. This one equal to x minus y naught എന്ന് പറയുന്ന ആൾ y-ലുണ്ട്. സോ ഇത് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, അതായത് y naught എന്ന് പറയുന്നതാണ് y-ലുണ്ട്. ഓക്കെ, അതുകൊണ്ട് this one is same as dist xy by norm x minus y naught. നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട് that one is greater than, അതായത് dist xy is less than or equal to norm x minus y naught is less than or equal to dist xy by r. അപ്പം norm x minus y naught by norm x minus y naught is less than or equal to dist xy by r നാകത്തുനിന്ന് നമുക്ക് ഇവിടുത്തെ dist xy is greater than r norm x minus y naught എന്ന് എഴുതാം. dist xy is greater than r norm x minus y naught. റിലേഷൻ ഞാൻ ഇവിടെ കാണിക്കാം. ദാണ്ട് ഇവിടുന്ന് ഓക്കെ, ഈ ആറിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ r norm x minus y naught is less than or equal to dist xy. That is dist xy is greater than or equal to r into norm x minus y naught. ഓക്കെ, അപ്പം അവിടെ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ക്യാൻസൽ ആയി പോയിട്ട് that one is greater than or equal to r. അപ്പോൾ dist xry is greater than or equal to r and that one is less than or equal to 1. അപ്പോൾ നമുക്ക് r less than or equal to dist xry is less than or equal to 1 എന്ന് പറയും. ഇതാണ് Riesz lemma. Thank you.